ഹൈ ഓൾ ഐ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് മാസത്തിലെ PSC കലണ്ടറിനോടൊപ്പം HSST മലയാളം പരീക്ഷയുടെ എക്സാം ഡേറ്റും വന്നിട്ടുണ്ട്. വളരെ വിശദമായിട്ടുള്ള സിലബസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓഗസ്റ്റിലെ PSC എക്സാം കലണ്ടറിലുണ്ട്. എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് 8 HSST മലയാളം പരീക്ഷ നടക്കുന്നത്. ഇപ്പൊ പരീക്ഷയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻഫർമേഷൻ ആണ്. ഓഗസ്റ്റ് 8 ഇനി നമുക്ക് മുന്നിൽ 70ഓളം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് നിങ്ങൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. അതിനു മുന്നേ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അപ്പൊ ജൂൺ 11 വരെ മാത്രമേ കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. കൺഫർമേഷൻ കൊടുത്താലേ പരീക്ഷ എഴുതാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കേണ്ട. ഇപ്പോൾ തന്നെ നിങ്ങളുടെ PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ വഴി പ്രൊഫൈലിൽ ചെന്ന ശേഷം കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനമായിട്ട് I+ ഈ പരീക്ഷയ്ക്കായിട്ട് HSST മലയാളം പരീക്ഷയ്ക്കായിട്ട് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കുന്നുണ്ട്. മലയാളത്തിന്റെ കേസിൽ വളരെ ലൈവ് ക്ലാസ്സുകൾ ഉൾപ്പെടെയുള്ള വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ആണ് I+ പ്രൊവൈഡ് ചെയ്യുന്നത്. നൂറുകണക്കിന് ആളുകൾ ഓരോ വർഷവും I+ൽ നിന്ന് മലയാളത്തിൽ നെറ്റും സെറ്റും അതുപോലെ തന്നെ HSST PSC ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ ക്വാളിഫൈ ചെയ്യുകയും വിജയികളാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ സാധിക്കും. വളരെ ചെറിയൊരു ഫീസിലാണ് I+ ഈ ഒരു HSST മലയാളം കോഴ്സ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ ഓർക്കുക. ഇനി ഈ പരീക്ഷയുടെ സിലബസിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും പാർട്ട് എ ഉണ്ട്, പാർട്ട് 1 ഉണ്ട്, അതിനുശേഷം പിന്നീട് ജനറൽ പാർട്ടും ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ പാർട്ടിൽ 10 മൊഡ്യൂളാണ്, 7 മാർക്ക് വീതമുള്ള 10 മൊഡ്യൂളുകൾ. ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മലയാള ഭാഷാ ചരിത്രം, വ്യാകരണം. രണ്ടാമത്തെ മൊഡ്യൂൾ കേരള സംസ്കാരം, ഫോക്ലോർ. ഈ ഓരോ മൊഡ്യൂളിലും 7 മാർക്ക് വീതമാണ്. വിശദമായിട്ടുള്ള സിലബസ് PSCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഇതേ ചാനലിൽ തന്നെ ഇനി ഇത്തരം സിലബസ് ഡിസ്കഷൻ വീഡിയോസ് ഒക്കെ വരുന്നതുമാണ്. മൂന്നാമത്തെ മൊഡ്യൂൾ ഭാഷാശാസ്ത്രം, നാലാമത്തെ മൊഡ്യൂൾ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ, അഞ്ചാമത്തെ മൊഡ്യൂളിൽ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ, ആറാമത്തെ മൊഡ്യൂൾ മലയാള കവിതാ സാഹിത്യം, ഏഴാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മലയാള ഗദ്യ സാഹിത്യം, എട്ടാമത്തെ മൊഡ്യൂൾ ദൃശ്യകലാ സാഹിത്യം, ഒമ്പതാമത്തെ മൊഡ്യൂൾ മലയാള സാഹിത്യ വിമർശനം, പത്താമത്തെ മൊഡ്യൂൾ താരതമ്യ സാഹിത്യം, വിവർത്തനം, മാധ്യമ പഠനം. അപ്പൊ ഇതിനെല്ലാം തുല്യ വെയിറ്റേജ് ആണ്. 7 മാർക്ക് വീതമാണ് ഈ മൊഡ്യൂളുകൾക്ക്. ബാക്കി 30 മാർക്ക് എന്ന് പറയുന്നത് ഈ കാണുന്ന ടോപ്പിക്കുകളാണ്. പാർട്ട് 2 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് 5 മാർക്കുണ്ട്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന് 5 മാർക്കുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ് ആണ് പാർട്ട് 3. രണ്ടിനും 5 മാർക്ക് വീതം. പാർട്ട് 4 റിനേസൻസ്, നവോത്ഥാനവും ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 4ലും. ഈ രണ്ട് ടോപ്പിക്കുകൾക്കും 5 മാർക്ക് വീതമുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മലയാളവും അതോടൊപ്പം തന്നെ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളുമാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ചിട്ടയോടുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മികച്ച ഒരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതിന് I+ നിങ്ങളോടൊപ്പം ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവുമായി I+ഉം ഒപ്പം ഉണ്ടാകും. അപ്പൊ ഒട്ടും വൈകണ്ട, നിങ്ങളെ പഠനം ആരംഭിക്കുക. പഠനം ആരംഭിക്കാനുള്ള സമയം ഇതുവരെ നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനം കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതുവരെ കാര്യമായിട്ട് അങ്ങനെ പഠനം ആരംഭിക്കാത്തവരാണെങ്കിൽ പോലും നിങ്ങളും കൃത്യമായിട്ട് നിങ്ങളുടെ പഠനം സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.